334/2024 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇത് മൂന്നും ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1939 KPCC പ്രസിഡന്റായിരുന്നു. 1930 ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു. ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡന്റായിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 3 മാത്രം തെറ്റ്. സന്യാസൻ റഷ്യൻ വിപ്ലവം അതാണ് തെറ്റ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഫ്രഞ്ച് വിപ്ലവം ബാസ്റ്റൽ ജയിലിൻ്റെ പതനമാണ്. റൂസോ സാമൂഹ്യ കരാറാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 സ്ഥാപിക്കപ്പെട്ടു. താഴെ കൊടുത്ത പ്രസ്താവനയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധപ്പെട്ട ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തുഫത്തുൽ മുഹീദ്ദീൻ എന്ന ഗ്രന്ഥം എഴുതി. സമ്പാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലക്രമേണം എന്തെന്ന് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 4, 3, 1, 2. മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. താഴെ കൊടുത്തുനിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1, 3. നീൽ ദർപ്പൺ, ദീനബന്ധു മിത്ര, അത് കറക്റ്റാണ്. ഹിന്ദ് സ്വരാജ് PR അംബേദ്കർ അത് തെറ്റാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് അത് ശരിയാണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ NM റോയ് അത് തെറ്റാണ്. ഗ്രാനൈറ്റ് ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി ആഗ്നേയശില. ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപനദീയ നദിയുടെ പോഷക നദികളാണ്? ആൻസർ ഓപ്ഷൻ ബി ഗോദാവരി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ദേശീയ ജലപാത 3. നാഷണൽ റിമോട്ട് സെൻസിംഗിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ ഹൈദരാബാദ്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏത്? ആൻസർ ഓപ്ഷൻ സി ഹർമാറ്റൻ. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ ലഘൂകരണം. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആര്? ആൻസർ ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ഡി വരുമാന നികുതി. നബാർഡ് സ്ഥാപിതമായ വർഷം? ആൻസർ ഓപ്ഷൻ സി 1982. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അജയ് ബംഗ. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ സി 1881. സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഹോർട്ടികൾച്ചർ. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക? ആൻസർ ഓപ്ഷൻ സി ആഗോള രോഗഭാരം. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം? ആൻസർ ഓപ്ഷൻ സി തിരഞ്ഞെടുപ്പ് പരിഷ്കാരം. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനാ അനുച്ഛേദം 21ൻ്റെ ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനാ അനുച്ഛേദം 21ൻ്റെ ഭാഗമാണ്. മുകളിൽ കൊടുത്ത പ്രസ്താവന ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി രണ്ടും ശരിയാണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്റ് കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ എ. എസ്റ്റിമേറ്റ് കമ്മിറ്റി. സെൻട്രൽ വിസ്ത പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കും. ആൻസർ ഓപ്ഷൻ ബി. പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ. നവംബർ 26. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ ഡി. തുങ്കൻ കമ്മിറ്റി. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ആൻസർ ഓപ്ഷൻ എ. കരുത്ത്. താഴെ പറയുന്നതിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി. 1, 2. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനും മറ്റ് അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇത് രണ്ടുമാണ് യോജിക്കുന്ന പ്രസ്താവന. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 5 വർഷമാണ്. അത് തെറ്റാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ. പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആര്? ആൻസർ ഓപ്ഷൻ സി. പ്രിയ ശ്രീജേഷ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണരായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? ആൻസർ ഓപ്ഷൻ സി. 15 ദിവസം. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? ആൻസർ ഓപ്ഷൻ ബി. പൃഥ്വിരാജ്. താഴെ പറയുന്നതിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഇവയെല്ലാം. 2025 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി. സ്പോറോസോവ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തിൽ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാവുന്ന ജനിതക ആൻസർ ഓപ്ഷൻ എ. ഹീമോഫീലിയ. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീപ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിൻ്റെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി. പാർക്കിൻസൺ രോഗം. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത്? ആൻസർ ഓപ്ഷൻ എ. ഗ്ലൂക്കഗോൺ. സൊമാറ്റോട്രോപിൻ്റെ അമിത ഉൽപ്പാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവയിൽ അടങ്ങിയ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്ത്? ആൻസർ ഓപ്ഷൻ സി. അക്രോമെഗാലി. ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എപ്പോൾ? ആൻസർ ഓപ്ഷൻ എ. നവംബർ 14. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ ബി. ആസാം. സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി. റേച്ചൽ കേഴ്സൺ.
ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണബലം ഏത്? ആൻസർ ഓപ്ഷൻ എ വിസ്കസ് ബലം. വാഹനങ്ങൾ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏത്? ആൻസർ ഓപ്ഷൻ ഡി കോൺവെക്സ് ദർപ്പണം. താഴെ തന്നിട്ടുള്ള സ്ഥിതികോർജ്ജവുമായി ബന്ധപ്പെട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി 2, 3. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം 1, 3. അതായത് അമർത്തിയ സ്പ്രിങ്, അതേപോലെ ഡാമിൽ സംഭരിച്ച ജലമാണ് സ്ഥിതികോർജ്ജവുമായി ബന്ധപ്പെട്ട സന്ദർഭം. ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ വാഹനത്തിന് നൽകിയ പേര്? ആൻസർ ഓപ്ഷൻ ബി പുഷ്പക്. ഇതിലേതാണ് ISROയുടെ ആദ്യ സൗര ദൗത്യം? ആൻസർ ഓപ്ഷൻ സി ആദിത്യ L1. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകൾ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം എന്ത് സംഭവിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി കുറയുന്നു. അമോണിയം സൾഫേറ്റ് ആൻസർ ഓപ്ഷൻ ബി അസിഡിക് ലവണമാണ്. നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഒരു ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി കഫീൻ. താഴെ പറയുന്നതിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ജലം ഐസ് ആകുന്ന പ്രക്രിയയാണ്. രാസമാറ്റങ്ങളാണ് ഇലകൾ കത്തിക്കുന്നത്, മുന്തിരിയുടെ അഴുകൽ, പുതുതായി മുറിച്ച വാഴപ്പഴം തവിട്ട് നിറമാകുന്നു. വായുകുമിളകളിൽ താഴെ നിന്നും ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ എ ബോയിൽസ് നിയമം. ചുവടെ നൽകിയിരിക്കുന്ന ഏത് നോവലിലാണ് അള്ളാപ്പിച്ച മെല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ഖസാക്കിൻ്റെ ഇതിഹാസം. മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ സി MS സ്വാമിനാഥൻ. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം സെൻട്രൽ. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3-ാം സ്ഥാനത്ത് വന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ജപ്പാൻ. തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം ഏത്? ആൻസർ ഓപ്ഷൻ എ കേരള ചന്ദ്രിക. സംസ്ഥാന കായിക ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ഒക്ടോബർ 13. കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻ കുട്ടി. കമ്പ്യൂട്ടർ ഉപഭോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. വ്യത്യസ്ത പ്രോട്ടോകോൾ പിന്തുടരുന്ന 2 നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ ഡി ഗേറ്റ്വേ. കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി സഫാരി. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേര്? ആൻസർ ഓപ്ഷൻ ബി ഇ-സേവനം. ITI 2000 സെക്ഷൻ 66F എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ സൈബർ ഭീകരത. 2005 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ അത് അപേക്ഷ ലഭിച്ച 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്ര? ആൻസർ ഓപ്ഷൻ സി 5 മാസം. താഴെ കൊടുത്തിരുന്ന ഏത് നിയമങ്ങളുടെ വകുപ്പിൽ പെടാത്തത്?
ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ്. പങ്കാളികളുടെ വീട്ടിൽ നിന്നും ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത്. ഗാർഹിക പീഡനത്തിനിരയായവരുടെ ജോലി സ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനത്തിൽ ആവർത്തിക്കുന്നതിനെയും വിലക്കാം. ഗാർഹിക അതിക്രമങ്ങൾക്ക് ഇരയാവുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ കോടതിക്ക് വിലക്കാം. പരാതിക്കാരിക്ക് നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുപാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിക്കുന്നതിന് ശല്യപ്പെടുത്തുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. താഴെ കൊടുത്തതിന് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി. കുട്ടികളുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സെഷൻ കോടതി ആ കുറ്റകൃത്യം നടപടിയെടുത്ത് 45 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അവ വൈകുന്നെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതി രേഖപ്പെടുത്തേണ്ടതുമാണ്. ഇതാണ് ശരിയല്ലാത്ത. ശരിയായവയാണ്. പോസ്കോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതിയിൽ വച്ചാണ് വിചാരണ നടത്തേണ്ടത്. കുട്ടികളുടെ പോർണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യം കൂടും. താഴെ പറയുന്ന ഏത് നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ്? ആൻസർ ഓപ്ഷൻ എ. 2018 പട്ടികവർഗ ഭേദഗതി നിയമമാണ്. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്ന നിയമമാണിത്. ഈ ആക്ട് പ്രകാരം പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് വ്യവസ്ഥയില്ല. കൂടാതെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകുന്നു. താഴെ തന്നിരിക്കുന്ന ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ അഥവാ OCR എന്ത്? ആൻസർ ഓപ്ഷൻ ഡി 4 ആണ് ശരി ഉത്തരം. സ്കാൻ ചെയ്ത ഡോക്യുമെന്റുകളിൽ നിന്നും അച്ചടിച്ചതും കൈയെഴുത്തുള്ളതുമായ അക്ഷരങ്ങൾ യാന്ത്രികമായി വേർതിരിച്ചെടുത്ത് മെഷീൻ എൻകോഡ് ടെക്സ്റ്റിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കമ്പ്യൂട്ടർ സങ്കേതമാണ്. ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 5 വർഷ കാലാവധിയാണ്. 25 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാം. ലോക്സഭ ആകെ അംഗസംഖ്യ 540 ആണ്. 540 പേരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. മറ്റ് 5 പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഇത് തെറ്റാണ്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. മുകളിൽ പറഞ്ഞ ശരിയായവയാണ്. 1, 2, 4. 3 തെറ്റാണ്. ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എത്ര? ആൻസർ ഓപ്ഷൻ ഡി 3720. 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണെങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണം തമ്മിലുള്ള അനുപാതം എത്ര? ആൻസർ ഓപ്ഷൻ ബി 1:4. SLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്കുകൾ 38, 30, 25, 20, 24, 31, 27, 36, 32, 28, 24 ആയ മാർക്കുകളുടെ മീഡിയൻ എത്ര? ആൻസർ ഓപ്ഷൻ സി 28. ഒരു ക്ലോക്കിൽ സമയം 8:20 PM കാണിക്കുന്നുവെങ്കിൽ മിനിറ്റ് സൂചി മണിക്കൂർ കോണളവ്? ആൻസർ ഓപ്ഷൻ ബി 130 ഡിഗ്രി. 12 + 12 - 12 × 3 + 22/8 എത്ര? ആൻസർ ഓപ്ഷൻ സി 36. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്ക് ZKLWH എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ ഡി EODFN. ഒറ്റയാനെ കണ്ടെത്തുക. 59, 73, 87, 47. ആൻസർ ഓപ്ഷൻ എ 87.
രാമു തൻ്റെ ഓഫീസിൽ നിന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 8 മീറ്റർ നടന്നു. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു. എങ്കിൽ രാമു തൻ്റെ ഓഫീസിൽ നിന്നും എത്ര മീറ്റർ അകലെയാണ്? ആൻസർ ഓപ്ഷൻ സി 17 മീറ്റർ. ഒരു ക്യൂവിൽ ദീപ പിന്നിൽ നിന്നും 9-മതും മുന്നിൽ നിന്നും 7-മതുമാണെങ്കിൽ എത്ര പേർ ക്യൂവിലുണ്ട്? ആൻസർ ഓപ്ഷൻ എ 15. 0.00036 into 0.00064 by 0.0006 into 0.008 എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 480. Fill in the blanks using appropriate form of the verb. Usually they play cricket but they dash football. Answer option D are playing. Select the appropriate question tag. They rarely visit us. Answer option A do they. Select the suitable phrasal verb. The proposal was dashed due to lack of funds. Answer option B turned down. I think the manager is dragging his feet in this case. Thus, this sentence can be interpreted as. Answer option C. The manager is acting slowly in this case because he does not want to do it. If I had a car, I dash. Answer option B would drop you at the bus stop. The synonym of the word disposition. Answer option D character ആണ്. Change into comparative degree. Rajiv is the tallest boy in the class. Answer option Rajiv is taller than all other boys in the class. Group of soldier is called. Answer option C troop. Pick out the correct spelled word. Answer option B silhouette. Change into indirect speech. Rita asked Ramesh, do you know the answer? Answer option D. Rita asked Ramesh whether he knew the answer. വിപരീത പദം ശുദ്ധം. ആൻസർ ഓപ്ഷൻ ബി അശുദ്ധം. കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന അർത്ഥം വരുന്ന വാക്ക്. ആൻസർ ഓപ്ഷൻ സി സംഗമവേദി. ചേർത്തെഴുതുക സത് അധിക ഭാവം. ആൻസർ ഓപ്ഷൻ ബി സദ്ഭാവം. ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ എ തോഴി ആളി സഹി. അതർലിംഗം എഴുതുക. ലേഖകൻ. ആൻസർ ഓപ്ഷൻ ബി ലേഖിക. ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ കഴിയാത്തത്. ആൻസർ ഓപ്ഷൻ സി അക്ഷന്തവ്യം. പിരിച്ചെഴുതുക. മരങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി മരം അധികം കൾ. ശരിയായ പദം എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി അതിഥിയാണ്. 10 ഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നതെന്ത്? ആൻസർ ഓപ്ഷൻ സി പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല്. ആൻസർ ഓപ്ഷൻ ബി ആളു കൂടിയാൽ പാമ്പ് ചാകില്ല.